ഗുഡ് മോർണിംഗ്. ഹലോ. നീ എന്താ ഇവിടെ? എന്ത്? അല്ല ഇയാളെന്താ ഇവിടെ? അഭിനയ പഠനം. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ്. സെറ്റാക്കാം. എന്താ? അപ്പൊ ഇയാളല്ലേ ഈ വണ്ടി ഓടിക്കുന്നത്? അല്ല, ഈ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ ഒരു തട്ട് മുട്ടോ ചെയ്യുന്നൊക്കെ ഒരു പേടിയാണ്. പിന്നെ എനിക്കൊരു ക്ലച്ചും വേണം, അതുകൊണ്ടാ. അതെങ്ങനെ ശരിയാവും? ഇയാൾ ഡ്രൈവറാണെന്നല്ല എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? മാറ്റി പറയണം. പറയാൻ പോകുന്നില്ലുള്ളൂ. അല്ലെങ്കിൽ ഒരു സുഹൃത്താന്ന് പറയണം, അതും അല്ലെങ്കിൽ സഹോദരാന്ന് പറയണം. ഞങ്ങളെ കണ്ട ഒരേപോലെ ഇല്ലേ? വിശ്വസിക്കും എല്ലാവരും. വെർസെറ്റിലാവേണ്ട ഒരു ആക്ടർ. അങ്ങനെയൊക്കെ അല്ലേ? ആകാശമൊക്കെ നോക്കി പോവാം. സൗണ്ട് വരൂല്ലേ? ഇവിടെയാണോ ഷൂട്ട്? നമ്മുടെ എം ജി റോഡിലൊക്കെ വൈറ്റിലെ ജംഗ്ഷൻ ഷൂട്ടും വെച്ചിട്ട് ബൗൺസേഴ്സ് ഒന്നും ഇല്ലേ? എന്തായി പറഞ്ഞെന്തായി? എവിടെ? ഒന്നും നടന്നിട്ടില്ല. ഇതിന്റെ ഇടയിൽ കൂടെ നടത്തിയെടുക്കണത് നല്ല ബുദ്ധിയുള്ള സ്റ്റുഡൻ്റാണ്. പാവ പൊട്ടന, കുറച്ച് മുടയുണ്ടെന്നുള്ളൂ. നമ്മുടെ താരസമീൻ പേരിലെ കൊച്ചില്ലേ, അതിനെ അമീർ ഖാൻ പറഞ്ഞ് പഠിപ്പിക്കില്ലേ? മാഷ അങ്ങനെ കണ്ടാൽ മതി, മാഷിന് പറ്റും. ഞാനല്ലേ പറഞ്ഞത്. റോബിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സീനാണല്ലോ ഇത്. സോ അപ്പൊ എങ്ങനെയായിരിക്കും മോഡസ് ഓപ്പറാൻഡി? എന്തടി? ഒരു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിലെന്താ? അപ്പൊ എങ്ങനെയായിരിക്കും ഐ കോണ്ടാക്ട്? ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കും? ടേക്ക് കണ്ടാ മതി. ചെയ്യുമ്പോ കണ്ടാ മതി. ഓക്കെ. ആംബിയൻസ് സെറ്റ് ചെയ്ത ആരോമലെ ആ കണക്ക് എഴുതുന്ന ചേട്ടൻ്റെ അടുത്തേ മരം പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം. രതീഷേ clap in, clap out and action. പോലീസ് അറിയാം. എന്നാ പിന്നെ പോവുകയല്ലേ? എങ്ങോട്ട്? എടാ, നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്. വരാൻ പറ്റില്ല. കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതച്ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം സഹിത്വ പാപം അവാപ്സ്യസി. ഈ ടേക്കിനാണോ സംസാരിക്കുന്നത്? ഇതൊന്നും നോക്കാൻ അവിടെ ആരുമില്ലേ? ഞാൻ അങ്ങോട്ട് വരാം. ഇനീഷ്യലി കുറച്ചുകൂടെ ഇന്റൻസ് ആവാറുണ്ട്. അതായത് അവരുടെ ചോദ്യങ്ങൾക്കൊട്ടും ബോധപ്പെടാത്ത രീതിയിൽ. ഓക്കെ വൺ മോർ ആണോ? ഒരു 2 മിനിറ്റ് ലൈറ്റ് ഒന്ന് മതി. എടാ ഒന്ന് വേഗം ശരിയാക്കണോ? അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. ഐ കോണ്ടാക്ട്, അതാണ് പുള്ളി കട്ട് പറഞ്ഞത്. അവര് സംസാരിക്കാൻ നേരത്തെ കൂടുതൽ സമയം സീന് മാത്രം നോക്കിയാൽ മതി. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഈ കോൺസ്റ്റബിളോട് ഉത്തരം പറയാൻ നേരത്തും SIനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അയാളെ മുഴുവൻ വെറുതെ ഇഗ്നോർ ചെയ്ത്. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് CI മാത്രം. അപ്പൊ CIയോട് മാത്രം സംസാരിച്ചാൽ മതി. ആ വണ്ടി എവിടെ കൊണ്ടോട്. ഇതെന്തിനാ എന്നോടൊന്നും പറയുന്നത്? തള്ളത്തേക്ക് ഇട്ടാ മതി. നമുക്ക് ടേക്ക് പോവാം. റെഡി സാർ. Clap in. Take one. Okay.
ആക്ഷൻ. അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. അവൻ്റെ കോപ്പിലൊരു ഐ കോണ്ടാക്ട് പിടിപ്പിക്കല്. പോലീസ് കൂടുതൽ സമയം സീന് മാത്രം നോക്കിയാൽ മതി. നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? ഫോക്കസ്. വരാൻ പറ്റില്ല. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കേ വേണ്ട. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് സി ഐ മാത്രം. കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. ഈ ഐ കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടാണ് പെർഫോമൻസ് ഭയങ്കര വീക്കായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഷാർപ്പായിരിക്കണം നമ്മൾ നോക്കണം. കൺഫ്യൂഷൻ വേണ്ട, അത്തേണ്ടി പറഞ്ഞ് കേൾക്കണ്ട. ഫോക്കസ് ഫോക്കസ്. എനിക്കൊരു ബ്രേക്ക് വേണം. ഒരു 5 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഐ കോണ്ടാക്ട്. നീ ആരാടാ എന്നെ അഭിനയം പഠിപ്പിക്കാൻ? സി, ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇമാതിരി മേലുപദ്രം ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന പരിപാടിയിലുണ്ട്. എന്നെ അഭിനയം പഠിപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല. നിനക്ക് സിനിമ എന്താണെന്ന് അറിയാമോ? ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ലെൻസാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. അല്ലാണ്ട് നിന്റെ സ്റ്റേജിലെ പരിപാടിയല്ല. അല്ലാത്ത ഒരു ആക്ടിങ്ങിന്റെ തന്നോട് ഞാൻ ആക്ടിങ് ചോദിച്ചോ? ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാന്ന്. താൻ സെറ്റിക്കർ ഷൈൻ ചെയ്യാൻ നോക്കിയല്ലോ. ഇപ്പോഴും കാര്യം മനസ്സിലായി. നിങ്ങൾ പഠിച്ചതിനെ കുളിന്ന് കേട്ടാ നിങ്ങളുടെ കയ്യിൽ നിന്നോ യു തിങ്ക് ടു മച്ച്. എനിക്കൊരു കുഴപ്പമില്ല, താൻ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ കൺഫ്യൂസ് ആയി പോയത്. ചെറിയൊരു പ്രശ്നമുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ലേണിംഗ്. നമുക്ക് ശരിയാക്കാന്നേ. ഒരു ശരിയാക്കണ്ട, മതി തന്റെ സേവനം, വിട്ടോ. അതെ, സേവനമൊന്നുമല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അത് നോക്കിയേ, ഇതിനെ അല്ല നിങ്ങളും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണ്. തീർന്നില്ലേ? ആ ഉടമ്പടിയാണ് നിങ്ങൾ കീറിക്കളഞ്ഞത്. ഈ ഓളം വെട്ടുള്ളവന്മാരെല്ലാം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഒന്ന് പോയി തരാം. ആരോടെ പോരാണ്? അവനെയും പഠിപ്പിക്കാൻ വണ്ടി തലയിൽ കൂടാമാരെ പറ്റി. തൊപ്പി വെട്ടൊരു കുന്നുവാവ, അരിമുക്കൂടാമൊരു കുന്നുവാവ, തൊപ്പി വെട്ടൊരു കുന്നുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണ കുന്നുവാവ. കുഞ്ഞാവനെ വെച്ച് പറഞ്ഞോളൂ. ദേ കുഞ്ഞാ വിളിച്ചേക്കണം. ഇവരെന്തിനാ വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ പോണ എന്റെ മൂഡ് പോയി. എടാ ഒരു എനിക്ക് പറ്റില്ല. പിന്നെ പറയുമ്പോ എക്സ്പ്രഷൻ ഞാൻ ആർട്ടിസ്റ്റ് അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ആ ഫ്ലോ പോയ ബേക്കറിന്റെ കോൾ വന്നപ്പോ കട്ടേട്ടെ. കട്ടിയണ്ട. എന്താ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന്? ഇതൊക്കെ എന്നെ ക്ലോസ് ചെയ്തല്ലേ? ഞാൻ റീകണക്ട് ചെയ്യാനൊന്നും വിളിച്ചതല്ല. പറ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഓക്കേ, ഇപ്പൊ എന്നെ അഭിനയം പഠിപ്പിക്കാൻ അവന്മാരെല്ലാം കൂടെ ഒരുത്തരെ കൊണ്ടുവന്നേക്കുക. അത് വളരെ മികച്ചൊരു ഇതാ. റീസെന്റ് 2-3 പടം പൊട്ടിന്നുള്ളത് മാറ്റി നിർത്തിയ ഒന്നുമില്ല. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? എന്ത് സൂപ്പർ സ്റ്റാർ ഡേവിഡ്? അൾട്ടിമേറ്റ്ലി യു ആർ ആൻ ആക്ടർ. യു സപ്പോസ് ടു ബി ആൻ ആക്ടർ. യു ഷുഡ് ബി ആൻ ആക്ടർ. ഞാൻ ആക്ടർ അല്ലേ? അത് നീ നിന്റെ അടുത്ത് തന്നെ ചോദിക്കും. Now that's a change. തിരിച്ചു പറയാനൊന്നും ഇല്ലേ? അപ്പൊ ശരിക്കും മേടിച്ചിരുന്നിരിക്കുകയാണല്ലേ? ഏയ്, നീ കരയാണോ? സീരിയസ്ലി ഡേവിഡ്, ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സത്യ. യു ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്ക്. നീ കാരണം ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്കിങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ല. അത് നിന്റെ കുഴപ്പം. ഓക്കെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ആക്ടിങ്. അത് പഠിക്കുന്ന അങ്ങോട്ട്. ആൻഡ് ഫോർ എ ചേഞ്ച് ചുറ്റുമുള്ളവർ പറയുന്ന ഒന്ന് കൺസിഡർ ചെയ്യ. അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും. ആൾക്കാർ അറിഞ്ഞ എന്ത് വിചാരിക്കും? ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ല നിന്നെ കൊണ്ട് പറ്റൂലെന്ന്. പിന്നെന്താ കുഴപ്പം? പിന്നെ ഈ സൂപ്പർ സ്റ്റാർ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഉള്ളൂ. പുറത്തെല്ലാവരും ആക്ടേഴ്സ് ആണ്. എത്ര വലിയ ആക്ടർ ആണെങ്കിലും ഓരോ സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്യണം. ഇതിപ്പോ എന്താ അഭിനയം പഠിക്കാൻ പോകുന്നു? നല്ല കാര്യല്ലേ? ഇനിയിപ്പോ ആൾക്കാരെ എന്നെ കുറ്റം പറയാൻ പോയാ അവന്റെ കുഴപ്പം. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ. അത് പക്ഷെ വർക്കൗട്ട് ആയില്ല. ഞങ്ങൾ തമ്മിൽ തെറ്റി. പുള്ളി പോയി. നാച്ചുറലി. അല്ലെങ്കിൽ പോകുന്നവരുടെ പിറകെ പോകുന്ന ശീലമല്ലല്ലോ.
put some effort at least once in your life, David. ഈ ആൾക്കാരെയൊന്നും എല്ലാ കാലം പറ്റിക്കാൻ പറ്റൂല. അതിന് ഈ സൂപ്പർ സ്റ്റാർ ഷീൽഡൊന്നും പോരാ. ഞാനൊരു കാര്യം പറയാം, നീ ആദ്യം ഈ പെണ്ണ് പിടിയും പൊടിയടിയൊക്കെ നിർത്തി നിന്റെ കാര്യം നോക്കാൻ നോക്ക്. റോളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? പൊടി നാറി. മാഡം ഷോട്ട് റെഡി. വരാം.